ഹലോ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ബണ്ണി. ബണ്ണി ഒരു മനോഹരമായ കാടിനുള്ളിലാണ് താമസിക്കണേ. അവിടെ ധാരാളം പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ പല വർണ്ണങ്ങളുള്ള പൂക്കൾ. ഒരുപാട് പക്ഷികൾ അവന് ചുറ്റും അങ്ങനെ പാറി നടക്കുന്നു. ദാ കണ്ടോ ഒരു പൂമ്പാറ്റെ? ആ അതെ, ആ പൂമ്പാറ്റയും പക്ഷിയും ആ പൂക്കളും ഇതെല്ലാമായിരുന്നു ബണ്ണിയുടെ കൂട്ടുകാർ. അവൻ അങ്ങനെ ആനന്ദത്തോടെ ഉല്ലസിച്ച് ആ കാട് മുഴുവനും അവൻ നടക്കും. എന്തൊരു സുഖാണെന്നറിയോ അവന്റെ ജീവിതം. ഹോ, കണ്ടിട്ട് കൊതിയാവുന്നു. ബണ്ണിക്ക് അവിടെയുള്ള എല്ലാവരോടും സ്നേഹമായിരുന്നു. എല്ലാവരെയും ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ചിലർക്കൊന്നും ബണ്ണിയെ ഇഷ്ടമേ അല്ലായിരുന്നു. ആരൊക്കെയാന്നല്ലേ? ഇവരൊക്കെയാ. ബണ്ണിയെ ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും കളിയാക്കും. ഗുണ്ടു, തടിയൻ അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കും. കളിയാക്കൽ മാത്രല്ല കേട്ടോ, പിന്നെയോ ഉപദ്രവിക്കും. ചിലപ്പോ അടിക്കും, ചിലപ്പോ എന്തെങ്കിലും കൊണ്ടൊക്കെ എറിയും. പാവം ബണ്ണി. ഭയങ്കര വിഷമമായിരുന്നു ബണ്ണിക്ക്. പാവം ബണ്ണി, എന്നും ഈ ഉപദ്രവം തന്നെ. ഇത്തവണ ബണ്ണിക്ക് ഒരുപാട് വേദനിച്ചു, ഒരുപാട് കരയും ചെയ്തു. അപ്പോഴാണ് ബണ്ണിക്ക് ഒരു കാര്യം പിടികിട്ടിയത്. ഈ ദുഷ്ടന്മാരെ ഇനി വളരാൻ അനുവദിച്ചുകൂടാന്ന്. ഇവർക്ക് എന്തെങ്കിലും ഒക്കെ ഒരു പണി കൊടുത്താലോ? അങ്ങനെ ആ പണി കൊടുക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്. ഒരുപാട് ആലോചിച്ചുണ്ടാക്കിയ ഒരു പ്ലാനാ. ഇത്തവണ ഈ ദുഷ്ടന്മാരെ എല്ലാവരെയും ഈ നാടും കാടും കടത്തണം. ഉറപ്പിച്ചു. ബണ്ണി പണി തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായി പണി കിട്ടിക്കൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനം ബണ്ണി തന്നെ ജയിച്ചു. കണ്ടു നോക്കൂ കൂട്ടുകാരെ, ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല.